ഹലോ, ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പാവയ്ക്ക വറുത്തതിൻ്റെ റെസിപ്പിയാണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അല്പം കനം കുറഞ്ഞ് അരിഞ്ഞ് വെക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കണം. അതിനുശേഷം അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളകാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. ഇവിടെ എൻ്റെ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളതാണ്. പയ്യെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പാവയ്ക്കാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാടൻ പാവയ്ക്കാണെങ്കിൽ ഇത് വറുത്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുമേ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കുറച്ച് ഡാർക്ക് ഗ്രീൻ പാവയ്ക്കയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി പാവയ്ക്ക ഫ്രൈ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറും തൈരും ഈ പാവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.